ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മുടെ മൂന്നാമത്തെ ചാനലാണ്. സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്നത് എന്താണ്. ഓക്കെ, വാട്ട് ഐ മീൻ എന്ത് കാര്യമാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തത്, സോറി നിങ്ങളെയല്ല, നിങ്ങളുടെ പേഴ്സണെ. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്നത് എന്താണ്, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതാണ് നമ്മൾക്ക് കിട്ടിയ സ്പ്രെഡ്. 10 കാർഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന റീഡിംഗ് ആണ്. 10 കാർഡ്സ് ഉണ്ട്. സോ 10 കാർഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന റീഡിംഗ് ആണ്. ഓക്കെ, സോ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 8 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. ഇത് പുതിയ കാര്യമൊന്നുമല്ല. എൻ്റെ ഫസ്റ്റ് ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാകും. ഫസ്റ്റ് ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. എല്ലാ മാസവും ഞാൻ ഡിസ്കൗണ്ട് ഇടുന്നുണ്ട് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ പറ്റുമെങ്കിലേ ഇടത്തുള്ളൂ. മാക്സിമം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാനേ പറ്റുള്ളൂ. കാർഡ്സ് ഇവിടെ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നത് കാരണം നമുക്ക് സ്ക്രീനിൽ കൊടുക്കാനായിട്ട് സാധ്യമല്ല. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കാം, അല്ലാത്തത് വിട്ടേക്കാം. പിന്നെ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആകും. പിന്നെ ജനറൽ റീഡിംഗ് ആണ്, റീസണേറ്റ് ആവുന്ന മാത്രമേ എടുക്കാവൂ, അല്ലാത്തത് വിട്ടേക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം. സോ ആ ഒരു റീഡിംഗ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് നിങ്ങളുടെ പേഴ്സന്റെ പാസ്റ്റ് എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റ് എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വി ഗോട്ട് ദ കാർഡ് റെസ്ക്യൂ റിവേഴ്സ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് കാർഡ് തന്നെ നമ്മൾക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ റെസ്ക്യൂ ഐ മീൻ അത് റിവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഈ പേഴ്സൺ തുടക്കത്തിൽ തന്നെ മേ ബി ഇതൊരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നില്ല. അതായത് നിങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള അകൽച്ചകൾ ഉണ്ടായിരുന്നു. പ്രണയത്തിലായിരുന്ന സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. സോ നിങ്ങളായിട്ട് ഈ പേഴ്സണി കണക്റ്റഡ് ആകാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെ കണക്റ്റഡ് ആക്കാൻ നോക്കും, ചിലപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ വഴി വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്താണെന്ന് അറിയില്ല, ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാൻ കഴിയാത്ത ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള ദേഷ്യം, മുൻകോപം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോകുക, അത്തരത്തിലുള്ള ഒരു സ്വഭാവമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിലും ഈ പേഴ്സണ് ഇമോഷണൽ പരമായിട്ട് അവൈലബിൾ അല്ലാത്ത ഒരവസ്ഥയും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പേഴ്സണായിട്ട് പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ഈ പേഴ്സൺ മേ ബി വീഡിയോ കോളോ അല്ലെങ്കിൽ സാധാരണ കോളോ അല്ലെങ്കിൽ മെസ്സേജോ ഒക്കെ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവൈലബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അങ്ങനെയൊക്കെ അവൈലബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാശി പോലെ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ വാശി പിടിക്കുന്ന പോലെ തരത്തിലുള്ള ഒരു സ്വഭാവമായിട്ടാണ് ഈ പേഴ്സന്റെ എനർജി വെച്ചിട്ട് നമുക്ക് ഈ കാർഡ്സിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പോലെയൊക്കെയാണ്. അതായത് ഇന്നലെ ഈ പേഴ്സൺ വിളിച്ചപ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ലായിരുന്നു. സോ ഇന്ന് നിങ്ങൾ ഈ പേഴ്സണെ വിളിക്കുമ്പോൾ ഈ പേഴ്സൺ മനഃപൂർവ്വം കോൾ എടുക്കില്ല. അത്തരത്തിലുള്ള ഒരു വാശിയായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ഒരു വാശിയേറിയ ഒരു സ്വഭാവം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു സ്വഭാവമായിരുന്നു. അതിപ്പോഴും ഈ വ്യക്തി പൂർണ്ണമായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറ്റിയിട്ടില്ല. കാരണം എവിടേക്കോ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വാശിയേറിയ സ്വഭാവം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഈഗോയിസ്റ്റിക് പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. ഭയങ്കര ഈഗോ ഉണ്ട്. നിങ്ങളായിട്ട് ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റാത്ത തരത്തിൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി. പക്ഷെ ഈ പേഴ്സണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്.
നിങ്ങളെയും ഇഷ്ടമാണ്, നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ സംസാര രീതി ഇതെല്ലാം ഇഷ്ടമാണ്. നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ജയിക്കണം എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു മനോഭാവമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എപ്പോഴും ഫാന്റസി ലോകത്ത് ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾക്ക് ഇതൊരു റിവേഴ്സ് എനർജിയിൽ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ എത്രത്തോളം പ്രായമുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു പ്രാധാന്യവുമില്ല. അതുപോലെ നിങ്ങൾക്കും എത്ര പ്രായമുണ്ട് എന്നുള്ള കാര്യത്തിന് ഇവിടെ ഒരു പ്രാധാന്യവുമില്ല. കാരണം ഈ പേഴ്സൺ കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുമായിട്ട് കല്യാണം കഴിച്ചു ഭയങ്കര, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ട് ഭയങ്കര ഫാന്റസി, റിയാലിറ്റിയിലേക്ക് ഈ പേഴ്സൺ വരുന്ന കാര്യം കുറച്ച് സംശയമാണ്. അതായത് റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യമാക്കി ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ പേഴ്സൺ വളരെ കുറവാണ്. ബിക്കോസ് ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളെ കല്യാണം കഴിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് പേടിയുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണ് ഭയമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ പേഴ്സൺ കൂടുതൽ ഫാന്റസി ലോകത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അടിപൊളി കാറ് കണ്ടു, വളരെ മനോഹരമായിട്ടുള്ള ഒരു ലക്ഷറി കാറ് കണ്ടു. സോ ആ കാറിന്റെ ഉള്ളിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടെ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്ത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു സീൻ, അല്ലെങ്കിൽ ആ ഒരു സീനറി, അതാണ് ഈ പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നത്. പക്ഷെ ആ കാറ് നാച്ചുറൽ ആയിട്ട് ആ കാറ് മേടിക്കുക, ശരിക്കും യഥാർത്ഥത്തിൽ ആ കാറ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമല്ല. സോ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്റ്റക്ക്, അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സവും. ഫാന്റസി ലോകത്ത് ജീവിക്കാനായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷകരമായിട്ടും വളരെയധികം ഊർജവും ഉത്സാഹവും ഉന്മേഷവും തരുന്ന ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇൻ കേസ് ഈ പേഴ്സണോട് പറയാണ് വീട്ടിൽ വന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു കല്യാണത്തിലേക്ക് പോകണ്ടേ, എൻഗേജ്ഡ് ആവണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണ് പേടി വരും. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് തരില്ല. അത് ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഈ പേഴ്സൺ അത് റിയാലിറ്റിയിലേക്ക് ആക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈഗോ എന്ന് പറയുന്ന എനർജിക്ക് ഈ വ്യക്തിക്ക് ഒരു കുറവില്ലതാനും. ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റിക്, മേ ബി സിംഗിൾ ചൈൽഡ് ആയിരിക്കണം, ഒറ്റ മകൻ, അല്ലെങ്കിൽ വീട്ടിലെ ഇളയ കുട്ടിയായിരിക്കണം, സംതിങ് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടി ഈ പേഴ്സണ് അത് എന്ത് കാര്യവും വാശിയോടെ സ്വന്തമാക്കി എടുക്കണം. അത്തരത്തിലുള്ളൊരു സ്വഭാവമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും ഒരുപാട് ഈ വ്യക്തിയുടെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒതുങ്ങുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇമോഷണൽ പരമായിട്ടും മാനസികപരമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഈ പേഴ്സണും അനുഭവിക്കുന്നുണ്ട്. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ഈഗോ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമുക്കിത് റിവേഴ്സ് എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ കുറച്ച് ചിലപ്പോൾ മേ ബി നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾക്ക് പ്രൊട്ടക്റ്റിംഗ് ട്രഷറാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഇതാണ്. അതായത് ഈ പെട്ടി നിറച്ചും സ്വർണമാണ്, നിധിയാണ്. ഓക്കെ, അതിന്റെ മുകളിൽ കിടന്നുറങ്ങാണ്, കാവലായിട്ട് കിടന്നുറങ്ങുകയാണ്. അറ്റ് ദ സെയിം ടൈം ഒരു കൊടയും പിടിച്ചിട്ടുണ്ട്, നല്ല മഴയും പെയ്യുന്നുണ്ട്. സോ അതെന്താണ് സൂചിപ്പിക്കണേന്ന് വെച്ചാൽ ആ ഒരു പെട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു ട്രഷർ എന്ന് പറയുന്നത്, നിധി എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളും അതിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമാണ്. സോ ഈ പേഴ്സൺ ഇപ്പോൾ ബേബി നിങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള സെപ്പറേഷൻ പീരീഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഒരുപാട് തവണ ഈ പേഴ്സന്റെ മുന്നിൽ താഴ്ന്ന് സോറി പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത്, ഇപ്പൊ നിങ്ങളുടെ കുറ്റമല്ലെങ്കിൽ പോലും നിങ്ങൾ ആ വ്യക്തിയോട് സോറി പറഞ്ഞ് താഴ്ന്ന് ഒതുങ്ങി ക്ഷമയോടെയൊക്കെ നിന്നു. പക്ഷെ ഈ പേഴ്സൺ വരുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്തു, ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകുന്നത് നിർത്തി. സോ അപ്പൊ എന്താണ് അവിടെ നിന്ന് ഇതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് അത് മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ പോയി മെസ്സേജ് ചെയ്യാനല്ല പറയുന്നത്,
ഈ പേഴ്സൺ അത് ഭയങ്കര അതിശയം തോന്നിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ വരുന്നത് നിർത്തി, അല്ലെങ്കിൽ കാല് പിടിക്കുന്നത് നിർത്തി, അപേക്ഷിക്കുന്നത് നിർത്തി. സോ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയുടെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. സോ നമ്മൾ എവിടെ വെച്ചാണോ ചേസ് ചെയ്യുന്നത്, അതായത് ആ വ്യക്തിയുടെ പുറകെ പോകുന്നത് നിർത്തുന്നത്, അവിടെ വെച്ചിട്ട് നമ്മൾക്ക് വാല്യൂ വന്നു തുടങ്ങും എന്നാണ് കാണിക്കുന്നത്. സോ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ ഒരു കറണ്ട് എനർജി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പ്രൊട്ടക്റ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ, ഇപ്പോൾ ഓരോ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്പ് പോവുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മൾക്ക് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വേറെ അഫെയർ ആയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മാറ്റത്തിന് പിന്നിലുള്ള കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ആൻഡ് ഓൾസോ ഇവിടെ ഗാർഡിയൻ ഏഞ്ചൽസ്, കാവൽ മാലാഖമാര് നിങ്ങളെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത്രയും കാലം ആ പേഴ്സണെ ആയിരുന്നു പ്രൊട്ടക്ട് ചെയ്തിരുന്നത്, പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ അവസരമാണ്, നിങ്ങൾക്കാണ് ഇപ്പോൾ പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ധൈര്യവും പേടിയില്ലായ്മയും വന്നിട്ടുണ്ട്. അതായത് പേടിയില്ല, ഭയങ്കര ധൈര്യം. ഓക്കെ, ഇനിയിപ്പോ ഈ വ്യക്തി എന്റെ പുറകെ വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള തരത്തിലേക്ക് വളരെ ബോൾഡിലേക്കും വളരെ സ്ട്രെങ്തിലേക്കും വന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾ എങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും വഴുതിപ്പോകും, അല്ലെങ്കിൽ ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾ മാറിപ്പോകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ നേർക്ക് തിരിയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള ഓർമ്മകളോ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകളോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുഖമോ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ കുറിച്ചിട്ട് ഫീലിങ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ പേഴ്സണ്, അതും മിസ്സിങ് ഫീലിങ്സ്. ഓക്കെ, സോ എന്താണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തന്നെ സ്വയം എന്താണ് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, രണ്ടുപേരുടെയും ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അത് സീരിയസ്ലി നമുക്ക് പറയാനാണെങ്കിൽ എന്താണ് ടു ദ അൺനോൺ ഫാക്ടേഴ്സ് എന്നാണ് കാണിക്കുന്നത്. അതായത് വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേഷനിൽ പോയത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് ഇവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പെരുമാറുന്ന രീതി ശരിയാണോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതായത് നിങ്ങൾ എത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന എനർജി നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബിക്കോസ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണോ, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെക്കണോ, വേണ്ടാന്ന് വെക്കാൻ ഈ പേഴ്സണ് സാധിക്കില്ല. സോ നിങ്ങളുടെ അടുത്തേക്ക് വരണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണോ, വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലോ, ഇത്തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരായിട്ട് ഈ പേഴ്സൺ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പേഴ്സൺ മേ ബി ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്കറിയാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നു. നിങ്ങൾ വേറെ ആരെങ്കിലും വഴി
ആ ഒരു ഇൻഫോർമേഷൻ ഒക്കെ അറിയാനുള്ള സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് 100% റീസണേറ്റ് ആണ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ പലപ്പോഴും മേ ബി ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രണയത്തിലായിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സ്നേഹിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ ക്ലീനിങ് ഹൗസ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റൂം എന്ന് പറയുന്നത് വളരെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജി ആയിട്ടാണ് കിട്ടുന്നത്. സോ ഈ ഒരു വൃത്തികേടായിട്ട് അഴുക്ക് പിടിച്ച് കിടക്കുന്ന റൂം എന്ന് പറയുന്നത്, ഈ ഒരു ക്ലീനിങ് ഹൗസ് എന്ന് പറയുന്ന കാർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പേഴ്സൺ പണ്ടത്തെ ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഇപ്പോഴും ഈ വ്യക്തിക്ക് മോചനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ മേ ബി നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുൻപായിട്ട് വേറെ പ്രണയബന്ധം ഉണ്ടായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ വേറെ ജീവിതം, കുടുംബ ജീവിതം ഉണ്ടായിട്ടുണ്ടാകണം. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് ഇവിടം കൊണ്ട് കാണാനായിട്ട് പറ്റുന്നത് ശരിക്കും എന്താണ്, ഒരു അൺഹാപ്പി മെമ്മറീസ് ഈ വ്യക്തിക്ക് ഒരുപാടുണ്ട്. അതായത് മനസ്സിന് അൺഹാപ്പി ആയിട്ടുള്ള, സന്തോഷകരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ വ്യക്തി അത് കാരണം ആ ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുകയാണ്. സോ നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് കഴിയുമ്പോൾ എങ്ങാനും നിങ്ങൾ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ വ്യക്തി തകർന്നു പോകും, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. സോ ആണ് ഒരു പരിധി വരെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്ട്രിക്ട്നെസ് കാണിച്ചിട്ടുള്ളതും. ഇപ്പൊ വേറെ ആരോടും മിണ്ടണ്ട, അല്ലെങ്കിൽ അമിതമായിട്ട് ചിലപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടൊക്കെ ഉണ്ടാകണം. അവരോടും മിണ്ടണ്ട, ഇവരോടും മിണ്ടണ്ട. ആക്ച്വലി അതൊരു മോശപ്പെട്ട സ്വഭാവമാണ്. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പവർ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിലയുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് ഈ പേഴ്സൺ ചില സമയത്ത് അമിത സ്വാതന്ത്ര്യം എടുത്ത് നിങ്ങളുടെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സന്റെ പാസ്റ്റ് എനർജി, അതായത് നിങ്ങൾ വരുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള മാനസിക വിഷമം വെച്ചിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെ ഈ പേഴ്സണ് ചീറ്റിംഗ് എനർജീസ് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ശരിക്കും ഒരു മെന്റൽ ട്രോമ ഉണ്ടായിട്ടുണ്ട്. സോ അത് ഇനി ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരരുത് എന്നുള്ള ഒരു വാശി ഈ വ്യക്തിക്കുണ്ട്. പക്ഷെ ആ വ്യക്തി ചിന്തിക്കുന്നില്ല, നിങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അകന്നു പോവത്തേയുള്ളൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അതാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ടത്തരം. ഈ വ്യക്തി വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ഓവറായിട്ട് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സന്റെ കയ്യിൽ തന്നെ ഇരുന്നോളും. പക്ഷെ അങ്ങനല്ല, ഈ പേഴ്സൺ ചെയ്യുന്നത് തെറ്റാണ്. ഓവറായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും അകന്നു പോകും എന്നുള്ള യാഥാർത്ഥ്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. സോ ഇതാണ് മെയിൻ ആയിട്ട് ഈ റീഡിങ്ങിന്റെ ബ്ലോക്കേജ് ആയിട്ട് കിടക്കുന്നത്. ക്ലീനിങ് ഹൗസ് ആ വ്യക്തിയുടെ മനസ്സ് തന്നെയാണ്, മനോഭാവം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ വീട് ശരിക്കും ക്ലീൻ ചെയ്ത് അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെക്കണം എന്ന് പറയുന്നത് പോലെ ആ വ്യക്തിയുടെ മനസ്സിലെ കാര്യങ്ങൾ, ആ ഒരു ദുശ്ചിന്തകള്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അന്ധവിശ്വാസം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി അഴുക്കൊക്കെ നീക്കി ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിയിൽ, നല്ലൊരു ടേംസിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് കാർഡ്സ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ആകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഈ പേഴ്സൺ ഇല്ല. ഈ പേഴ്സൺ പറയുന്നത് ശരിയാണ്, ഈ പേഴ്സൺ പറയുന്നത് അനുസരിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഈ വ്യക്തിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബിക്കോസ് വി ക്യാൻ സീ ദ സ്റ്റക്ക് ഇൻ ദ മഡ് ആണ് കാണിക്കുന്നത്. ഒരു വലിയ എലിഫന്റ് ആണ്. ആ എലിഫന്റിനെ സൂചിപ്പിക്കുന്നത് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന് നല്ല രീതിയിലുള്ള എനർജി ഉണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരു കിങ് ഓർ ക്യൂൻ വൈബാണ് കാണിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നല്ല അത്യാവശ്യം സൗകര്യത്തിലും അത്യാവശ്യം ലക്ഷറി ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ സ്റ്റക്കാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സൗകര്യത്തോടെ സുഖത്തോടെ ജീവിക്കുന്നു. പക്ഷെ ആക്ച്വലി ഈ പേഴ്സൺ കംഫർട്ടബിൾ അല്ല. ഈ പേഴ്സന്റെ ഇൻസെക്യൂരിറ്റീസ് ആണ് ഇവിടെ കൂടുതൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും വലിയ ആന, ഇത്രയും വലിയ ആനിമൽ ആണെങ്കിൽ പോലും
ഈ ഒരു ചെളിയിൽ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. അതായത് ആ ചെളിയിൽ പൂണ്ട് നിലത്ത് വീഴുന്ന, നിലം പതിക്കുന്ന, അതായത് എത്ര വലിയ മൃഗമാണ്, എത്ര വലിയ ആനിമൽ ആണെന്ന് പറഞ്ഞാലും അടി തെറ്റിയാൽ ഏത് ആനയും വീഴും എന്ന് പറയുന്ന പോലെ ഈ നിലം മൊത്തം ചെളിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് എന്താ പറയാ, കാല് തെറ്റി വഴുതി വീഴുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് ഈ പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ബിക്കോസ് ഒരുപാട് പ്രോബ്ലംസ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. മേ ബി അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം കിട്ടാത്ത അവസ്ഥ, ഭയങ്കരമായിട്ട് അച്ഛനും അമ്മയും ശകാരിക്കുന്ന അവസ്ഥ, ഐ മീൻ തല്ലുക, പിണങ്ങുക. ചിലപ്പോൾ ഈ പേഴ്സണ് കുറച്ച് വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും. സോ അത് ഭയങ്കരമായിട്ട് ഈ പേഴ്സണെ അടിക്കുക, ദേഹോപദ്രവം ചെയ്യിപ്പിക്കുക, സംതിങ് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഈ പേഴ്സൺ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. ബിക്കോസ് വൈഡ് ഓപ്പൺ എന്ന് പറയുന്ന കാർഡ് നമ്മൾക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തുറന്ന് സംസാരിക്കില്ല. നമുക്ക് വൈഡ് ഓപ്പൺ, തുറന്നു പിടിക്കൂ എന്ന് പറയുന്ന കാർഡ് നമ്മൾക്ക് റിവേഴ്സ് ആണ്. അതായത് ഈ പേഴ്സൺ കുറച്ച് ആൾക്കാരായിട്ട് ഈ പേഴ്സൺ കൂട്ടുകൂടുന്നുണ്ട്. പക്ഷെ ആ ആൾക്കാരെന്ന് പറയുന്നത് ഈ വ്യക്തിയോട്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയോട് ഭയങ്കരമായിട്ട് ദേഷ്യവും അസൂയയും കുശുമ്പും ഒക്കെയുള്ള ആൾക്കാരായിട്ട്, ശത്രുതയും ഒക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് നിങ്ങളുടെ വ്യക്തി കൂട്ടുകൂടുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ആൾക്കാരെ വേർതിരിച്ച് കാണാനുള്ള വിവരം ഇല്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിപ്പോ എത്ര വയസ്സുണ്ട് ഈ വ്യക്തിക്ക് എന്നുള്ളതിലൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നിങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ പലപ്പോഴും നിങ്ങളെ പോലും മനസ്സിലാക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറാവുന്നില്ല. ഈ വ്യക്തി കുറച്ചു പേരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന ആൾക്കാരും ഈ പേഴ്സണെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട്, പാര പണിയുന്നുണ്ട്. തീർച്ചയാണ് പാര പണിയുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകണം, നിങ്ങൾ ഈ പേഴ്സണോട് ചർച്ച ചെയ്തിട്ടുണ്ടാകണം, അതിലൂടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലിയിട്ടുണ്ടാകണം. ബിക്കോസ് ഈ പേഴ്സണ് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവർക്കും ഈ പേഴ്സണോട് അസൂയാണ്. ഈ പേഴ്സണോട് മാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഈ ഫ്രണ്ട്സിന് അസൂയാണ്. സോ ഈ വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറയുന്നത് ഒരു കാര്യം തുറന്ന് സംസാരിക്കത്തില്ല. ഓക്കെ, ഞാൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും അങ്ങനെ തുറന്നുള്ള സംസാരം ഈ വ്യക്തിക്ക് ഇല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ പലപ്പോഴും ഒരു തുറന്ന പുസ്തകമായിരിക്കണം, എല്ലാ കാര്യവും പറയുക, സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കണം. പക്ഷെ ഈ വ്യക്തി എന്ന് പറയുന്നത് എന്തോ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, എന്തോ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അഭിമാനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ വില പോകും, അത്തരത്തിലുള്ള ഒരു മണ്ടൻ ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഒരു പരിധി വരെ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾ തമ്മിൽ കാണുന്നുള്ളൂ. ഓക്കെ, പക്ഷെ ഈ പേഴ്സന്റെ കൂട്ടുകെട്ട് അതത്ര നല്ലതായിട്ട് കാണിക്കുന്നില്ല. അതൊരു പക്ഷേ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകണം. ഓക്കെ, ഇത് ബിക്കോസ് സറൗണ്ടിങ്സിലുള്ള എനർജി, ചുറ്റുപാടുമുള്ള എനർജി അത്ര നല്ലതൊന്നുമല്ല. ശത്രുത, അസൂയ, കുശുമ്പ്, ജലസി, പൊസസീവ്നെസ് ഒക്കെ ഉള്ള, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പേഴ്സൺ അത്യാവശ്യം ലക്ഷറിയിലൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണ്, അത്യാവശ്യം ലക്കി ആയിട്ടുള്ള കിഡാണ്, കുട്ടിയാണ്, വ്യക്തിയാണ്. സോ അതൊക്കെ ചുറ്റിനുമുള്ള ആൾക്കാർ ഈ പേഴ്സണെ പല കുഴിയിലും കൊണ്ടുപോയി ചാടിക്കുന്നുണ്ട്. എന്നാലും ഈ വ്യക്തി മനസ്സിലാക്കില്ല. ഈ വ്യക്തി അപ്പോഴും നിങ്ങളെ കുറ്റം പറയുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ ഈ പേഴ്സൺ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നമ്പർ 11 ആണ് കിട്ടിയിരിക്കുന്നത്. ബാലൻസിങ് ആക്ട് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ ഹൃദയം ഈ പേഴ്സണോട് പറയുന്നത് എന്താന്ന് വെച്ചാല്, അല്ലെങ്കിൽ മനസാക്ഷി. ഓക്കെ, ഓരോ മനുഷ്യനും മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ മനസാക്ഷി ഈ പേഴ്സണോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, നിങ്ങളുമായിട്ട് സക്സസിൽ എത്തണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എങ്ങനെയെങ്കിലും സക്സസിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഒരു ബാലൻസിങ് എനർജിയിലേക്ക് പോണം എന്നുള്ള ചിന്ത ഈ പേഴ്സണി കുറച്ച് നാളായിട്ട് വന്നിട്ടുണ്ട്.
കുറച്ച് നാളത്തെ എനർജി മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് നിങ്ങളായിട്ട് പ്രണയബന്ധത്തിലായിരുന്ന സമയത്തൊന്നും ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്തോ ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോകുന്നത് കൊണ്ടായിരിക്കണം, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം, അധികം മൈൻഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കണം, എന്തുകൊണ്ടോ ഈ പേഴ്സണ് നിങ്ങളോടുള്ള വാല്യൂ അല്ലെങ്കിൽ നിങ്ങളോടൊരു അട്രാക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സണൽ ഡ്രീംസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ വ്യക്തിയുടെ ആയിക്കോട്ടെ നിങ്ങളുടെയും ആയിക്കോട്ടെ ഡ്രീംസ് എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് ഡ്രീംസ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലക്ഷറി ലൈഫ്, ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം. അതാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷറി ലൈഫാണ്. ബിക്കോസ് ആ പേഴ്സണും ഒരുപക്ഷെ അങ്ങനെ ജീവിച്ചു പോകുന്ന ആളായിരിക്കണം. സോ നിങ്ങളുടെ സാഹചര്യമൊന്നും ഈ വ്യക്തിക്ക് വിഷയമല്ല. നിങ്ങളുമായിട്ടൊരു ലക്ഷറി ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ ട്രൂ ഇൻറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ നോക്കുകയാണെങ്കിൽ, ആഴത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷെ ചുറ്റിനുമുള്ള ആളുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അത് തുറന്നുള്ള സംസാരവും കൂടി ഇല്ലാണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി കൂടും, മൂർച്ഛിച്ചു വരും. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ദ കമ്മിങ് ടു ലൈഫ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പാഠം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പേഴ്സൺ ആയാലും നിങ്ങളായാലും വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത്. സോ ഇത് നമുക്കൊരു ഡിവൈൻ കണക്ഷൻ ആയിട്ട് തന്നെ എടുക്കാം. പക്ഷെ ഒരു പേഴ്സൺ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, മറ്റേ പേഴ്സന്റെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ അതിൻ്റെതായിട്ടുള്ള പൊരുത്തക്കേടുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടുകൂടിയാണ്. അതുപോലെ ഈ പേഴ്സൺ ആണെങ്കിലും ഈ പേഴ്സന്റെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടിയാണ്. സോ രണ്ടുപേരുടെയും ലൈഫ് വളരെയധികം മാറിയിട്ടുണ്ട്, വളരെയധികം വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും നെഗറ്റിവിറ്റി മാത്രം പറഞ്ഞാൽ പോരല്ലോ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ മുടി വളർച്ച, ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് വന്നതായിട്ടൊക്കെ കാണിക്കുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടുകൂടി. അതായത് സന്തോഷം, ആ ഒരു മനസ്സും ശരീരവും പുതുക്കി രൂപാന്തരപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഈ പേഴ്സണും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് കാർഡ് വി ഗോട്ട് ദ കമ്മിറ്റ്മെന്റ് കാർഡാണ്. സോ അത് ഉദ്ദേശിക്കുന്നത് മാരേജിനെ തന്നെയാണ്. സോ മാരേജ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇതൊരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ പേഴ്സൺ ഉള്ളത്. സോ അത് ഈ വ്യക്തി, അത് നിങ്ങളും പ്രയേഴ്സ് ചെയ്യണം, നിങ്ങളും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് കൂട്ടിയോജിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് അകന്നു നിൽക്കേണ്ട ആവശ്യകതയുണ്ട്. അതെന്തായാലും നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഈ ഒരു കാർഡ്സ് നോക്കിയപ്പോൾ മനസ്സിലായി. ബിക്കോസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പോൾ ഈ പേഴ്സണായിട്ട് ഡിസ്റ്റൻസ് വിടുന്നുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് വിടുന്നുണ്ട്, ചേസ് ചെയ്യുന്നില്ല, അമിതമായിട്ട് ഈ വ്യക്തിയെ ശല്യപ്പെടുത്തുന്നില്ല. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് ഈ വ്യക്തി പോട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും, അതായത് ഒരു മാരേജിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാർഡാണ് നമ്മൾക്ക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ബട്ട് അത് മാറി പതുക്കെ ഹീലായി ഇതൊരു മാരേജിലേക്ക് എത്തും എന്നുള്ള ഒരു എനർജിയിലാണ് നമുക്ക് ഈ റീഡിങ് ലാസ്റ്റ് എനർജിയോട് കൂടി നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
സോ ഈ ഒരു ഏപ്രിൽ മാസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.